ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഒക്കെ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒട്ടുമിക്ക എല്ലാ ഡിഗ്രി ആൻഡ് PG കോഴ്സുകളുടെയും ക്ലാസ്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മുടെ എക്സാം വരുന്ന സ്റ്റുഡൻസിന്, അതായത് BBA സ്റ്റുഡൻസ്, ഫസ്റ്റ് ഇയർ BBA സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ BBA സ്റ്റുഡൻസ് നമ്മളോട് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾക്ക് വളരെ ടഫായിട്ടൊരു പേപ്പറാണ്, അതിൽ ഞങ്ങൾ എന്തൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, എങ്ങനെ ഞങ്ങൾക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാം, അത് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും വരുന്നുണ്ട്, ഏതൊക്കെ പ്രോബ്ലംസ് ഏതൊക്കെ ഇക്വേഷൻസ് ഞങ്ങൾ പഠിച്ചു വെക്കണം, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, അതിനൊരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഫ്രീക്വൻ്റ്ലി ചോദിച്ചത് കൊണ്ട് തന്നെ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റത്തെ 2 ബ്ലോക്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ബ്ലോക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ്, എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്മുടെ എക്സാം ആണ്, നമ്മുടെ മെയിൻ കോഴ്സ് ആണ് വരുന്നത്. അപ്പോൾ മെയിൻ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ യജു താലിമിലൂടെ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ AI ഇൻ്റഗ്രേറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റിയൽ ടൈം പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് പ്രോബ്ലംസും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്ത് തൊറവായിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നേറിക്കൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ 2 ബ്ലോക്കിൽ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ആ ഒരു പേപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, ചില ആൾക്കാർ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നവർക്കും റിവിഷൻ ചെയ്യാവുന്നവർക്കും അതോടൊപ്പം തന്നെ ഇനി എന്ത് പഠിക്കണം, കുറച്ചൊക്കെ പഠിച്ചിട്ട് ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളവർക്കും അതോടൊപ്പം തന്നെ എല്ലാം പഠിച്ച് ഇനി കൂടുതലായിട്ട് എന്ത് നോക്കണം എന്നുള്ളവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലോട്ട് ഡയറക്റ്റ്ലി പോവാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ പേരെന്താ അറിയാലോ, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ഏതാണ് വരുന്നത് നമുക്കറിയാം. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഏതായിരുന്നു, നമ്മുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ നോക്കണം, ഒന്ന് മീനിങ് ഓഫ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ അതിൽ പറയുന്നതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസും ഫംഗ്ഷൻസും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസും ഫംഗ്ഷൻസും, ഒന്നില്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആയിരിക്കാം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം അവിടെ നിന്ന് പഠിക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ആപ്ലിക്കേഷൻ ഓഫ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് നമുക്ക് പല ലെവലിൽ പല രീതിയിൽ എന്ത് ചെയ്യുക, ഈ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിന് അല്ലേ ബിസിനസിൻ്റെ ഡാറ്റയെ അനലൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കാം, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കാം. മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ്. എക്സാമിന് ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള 2 മാർക്സിനും അതുപോലെ തന്നെ നമുക്കൊരു 5 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് നമ്മൾ നോക്കാം. അതിനുശേഷം അതിൻ്റെ സ്റ്റെപ്സ് പറയുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ മീനിങ്ങും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റെപ്പും ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് നമ്മൾ നോക്കണം. ഇത് കൂടാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അടുത്ത ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിൻ്റെ അവസാനത്തോട്ട് വരുന്ന സമയത്ത് സെൻസസ് മെത്തേഡും സാമ്പിൾ മെത്തേഡിനെ കുറിച്ചും പറയുന്നുണ്ട്. സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനെ മൊത്തമായിട്ട് നമ്മൾ പഠിക്കുകയാണ് സെൻസസ് എന്ന് പറയുന്നതല്ലേ. നമ്മളിപ്പോൾ എന്താ സെൻസസ് പോപ്പുലേഷൻ നമ്മുടെ കണക്കെടുക്കാൻ വേണ്ടി സെൻസസ് എടുക്കാൻ വേണ്ടി പണ്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അടുത്ത് ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സെൻസസ് എന്താണ്, എന്താണ് സെൻസസ് മെത്തേഡ്, എന്താണ് സാമ്പിൾ, എന്താണ് സാമ്പിൾ മെത്തേഡ്, പിന്നെ എന്തൊക്കെ മെത്തേഡ്സ് ആണ് സാമ്പിളിങ് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക, അതായത് സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടി ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, നോൺ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. ഒരു പോപ്പുലേഷനിൽ നമ്മൾ എല്ലാവർക്കും ഈക്വൽ ചാൻസ് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ നമ്മളിങ്ങനെ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. അപ്പോൾ ഈ റാൻഡം സാമ്പിളിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇനി നോൺ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, നമ്മളുടെ കൺവീനിയൻസിന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഇൻവെസ്റ്റിഗേറ്ററുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യണം. അതായത് അവിടെ എന്തില്ല, എല്ലാ പോപ്പുലേഷനിലെ എല്ലാ മെമ്പേഴ്സും എല്ലാ ഐറ്റംസിനും ഈക്വൽ ചാൻസ് ഫോർ സെലക്ഷൻ ഇല്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണല്ലോ. അപ്പോൾ ഈ രണ്ട്
കാര്യത്തിൻ്റെയും മെത്തേഡ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരിക്കും, നോക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പോൾ റാൻഡം സാമ്പിളിങ്ങിനെ നോൺ റാൻഡം സാമ്പിളിൻ്റെ മെത്തേഡ്സ് പഠിക്കുക. ഏകദേശം 10 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നമുക്ക് സാധിക്കും. ഇനി 10 മാർക്കിന് 5 മാർക്ക് 2 മാർക്സിനൊക്കെ ചോദിക്കാം. ചിലപ്പോൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, അങ്ങനെ കുറേ സാമ്പിളിംഗ് മതി. ഇതൊക്കെ 2 മാർക്സിന് ചോദിക്കാം, ചിലപ്പോൾ 1 വേർഡിന് ചോദിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു പാർട്ടാണ് സാമ്പിളിംഗ് മെത്തേഡും സെൻസസ് സാമ്പിളിങ്ങും എല്ലാം. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിയററ്റിക്കൽ പാർട്ടിൽ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഇതെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഡാറ്റയുടെ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണെന്നുള്ളതാണ്. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഹാവ് റോ ഫാക്ട്സ് നോ മീനിങ് എന്ന് നമുക്ക് പറയാം അല്ലേ. റോ ഫാക്ട്സ് ആണ്, മീനിങ് ഇല്ല. അതിനെ പ്രോസസ്സ് ചെയ്ത് മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നതാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണ്, എന്താണ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഡാറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, എന്താണ് അതിൻ്റെ സ്റ്റെപ്സ്, ഡാറ്റ കളക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 യൂണിറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് യൂണിറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് നോക്കാം. നമുക്കറിയാം സെക്കൻഡ് ബ്ലോക്ക് തുടങ്ങുമ്പോൾ തൊട്ട് എന്താണ്, പ്രോബ്ലം ആയിട്ടാണ് അവിടെ തുടങ്ങുന്നത്. അവിടെ എന്താണ്, പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ് പേപ്പർ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഏതൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് 2ലോട്ട് പോകാം. എല്ലാവരും റെഡി ആണല്ലോ. അപ്പോൾ ബ്ലോക്ക് 2 എന്തൊക്കെയാണ് നോക്കാൻ. അപ്പോൾ ബ്ലോക്ക് 2 നമ്മൾ 3 കാര്യങ്ങളിൽ മെയിൻലി നോക്കിയാൽ മതി. ഏതൊക്കെയാണ്, ഒന്ന് ഏതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള 3 കാര്യങ്ങൾ. ദാറ്റ് ഈസ് 1 ഈസ് മീൻ, സെക്കൻഡ് 1 ഈസ് മീഡിയൻ ആൻഡ് തേർഡ് 1 ഈസ് മോഡ്. മീഡിയൻ അതുപോലെ തന്നെ മീന്, മോഡ്, ഇതിൻ്റെ 3ൻ്റെയും കാൽക്കുലേഷൻ 3 ഗ്രൂപ്പിൽ, ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ, അതുപോലെ ഗ്രൂപ്പ് ഡാറ്റ അഥവാ ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. അതായത് ഒരു ഡാറ്റയെ നമുക്ക് 3 രീതിയിൽ നമുക്ക് വെക്കാം. ഒന്ന് എന്താ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അഥവാ ഇൻഡിവിജ്വൽ സീരീസ് ആയിട്ട്, പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ്ഡ് ഡാറ്റ അഥവാ ഡിസ്ക്രീറ്റ് സീരീസ്, മൂന്നാമത്തെ കണ്ടിന്യൂസ് സീരീസ്. ഇതിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. ഒന്നാമത്തെ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ എക്സാമ്പിൾ പറയുക എക്സ് എന്ന് പറഞ്ഞിട്ട് 2, 3, 4, 5 ഇങ്ങനെ തരികച്ചാൽ നമ്മൾ അതിന് എന്താ പറയുക, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയും. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ തന്ന ഡാറ്റയോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് എക്സ് ഫ്രീക്വൻസി. ഇങ്ങനെ രണ്ടും തരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5, ഇവിടെ 7 ഇങ്ങനെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ് സീരീസ്. ഇനി ഇവിടെ 5 to 10 ഇവിടെ 7, 10 to 15 ഇവിടെ 12 ഇങ്ങനെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കണ്ടിന്യൂസ് സീരീസ്. ഇങ്ങനെ 3 സീരീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യം മീനിൻ്റെ കേസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് മീനിൻ്റെ കേസ് എന്ന്. അപ്പോൾ മീൻ നമുക്ക് കാണാം 3 സീരീസ് ഉണ്ട് ഞാൻ പറഞ്ഞു. അതായത് മീനായാലും മോഡായാലും മീഡിയൻ ആയാലും 3 സീരീസിൽ കാണാം. അപ്പോൾ മീന് എങ്ങനെ ഈ 3 സീരീസിലും കാണാമെന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്വേഷൻസ് ഏതാ പഠിക്കേണ്ടത്, ഈ ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടോ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. നോക്കൂ, മീൻ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ സീരീസിൽ എക്സ് ബാർ ആണ്, ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. എക്സ് ബാർ ഇതാണ് എന്തെന്ന് പറയുന്നത്, മീനിൻ്റെ നമ്മളുടെ എന്തെന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടോ എക്സ് ബാർ എന്നാണ് എഴുതുക. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. എന്താണ് സിഗ്മ എക്സ് എന്ന്, തന്നിരിക്കുന്ന ഐറ്റംസിൻ്റെ എല്ലാം ടോട്ടൽ എടുത്തിട്ട് അതിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് മീൻ ഓഫ് ഇൻഡിവിജ്വൽ സീരീസ് കിട്ടും. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് വലിയ വ്യത്യാസമില്ല, ഇവിടെ ഫ്രീക്വൻസി കൂടി തന്നിട്ടുണ്ടെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എൻ ആയിരിക്കും. ഇവിടെ സിഗ്മ എൻ എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതിയ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ല, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും. ഫ്രീക്വൻസി ഇൻറ്റു എക്സ് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അടിച്ച് വയ്ക്കുക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടി വരും. ഓക്കെ, ഇനി കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് എല്ലാ ഫോർമുലയും പഠിക്കുകയാണ്. കണ്ടിന്യൂസ് സീരീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, വലിയ വ്യത്യാസമില്ല. എക്സ് ബാർ ഈക്വൽ ടു ഇവിടെ എന്തുണ്ടാവില്ല, നമുക്ക് എക്സ് വാല്യൂ ഉണ്ടാവില്ല. എക്സ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിൻ്റെ മീഡിയൻ എടുക്കും. ഇപ്പോൾ 10 to 15 എന്ന് പറയുന്ന ഒരു ക്ലാസ്, അല്ലെങ്കിൽ 10 to 20 എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് വിചാരിക്കുക. 10 to 20 ഇവിടെ എന്താണ്, ഇതിൻ്റെ മിഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അതാണ് എം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ അടിക്കാം. 20 - 10 10 ക്ലാസ് ഇൻ്റർവെൽ. അതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ നമുക്ക് ഇവിടെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. അത് നമുക്ക് സിമ്പിളാണ്.
10+20 30 ഡിവൈഡഡ് ബൈ 2 15 ആയിരിക്കും നമ്മളുടെ എം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഇൻറ്റു എം ചെയ്തു ഓൾ ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും. ഇതാണ് മീൻ കാണാനുള്ള 3 ഫോർമുലാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലോട്ട് പോകാം. അടുത്തത് മീഡിയൻ ആണ്. എങ്ങനെയാണ് മീഡിയൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് 3 സീരീസ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസിനും എന്താണ്, സെയിം ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇങ്ങനെയാണ് പറയുന്നത്, മിഡിൽ വാല്യൂ വെൻ ദ ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. ഒന്നിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ അസൈൻ ചെയ്യുക. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതാണോ നടുക്കിൽ വരുന്ന വാല്യൂ, അതായത് മിഡ് വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക കാണുക. അതായത് n+1/2 ഐറ്റം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മീഡിയൻ ആക്കി എടുക്കുക. n+1/2 ഐറ്റം നമ്മൾ എന്ത് ചെയ്യുക, മീഡിയൻ ആക്കി എടുക്കുകയാണ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മീഡിയൻ്റെ കണ്ടിന്യൂസ് സീരീസിൽ നോക്കണം അല്ലേ. കണ്ടിന്യൂസ് സീരീസ് നോക്കുക വെച്ചാൽ L+n/2 മൈനസ് എം ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു സി. എങ്ങനെയാണ് വരുന്നത്, L+n/2 മൈനസ് എം ഓൾ ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു സി. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മീഡിയൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. ഇക്വേഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യില്ല, അത് ചെയ്യാൻ കഴിയില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ ബെൽ ബട്ടണൊക്കെ ഇനേബിൾ ചെയ്ത് വെക്കുക. നമ്മളുടെ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കൂടി നമ്മളുടെ ഇതിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളിലോട്ട് എത്തുന്നതാണ്. ഇനി നമുക്ക് മോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. മോഡ് നമുക്കറിയാം, മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് 3 സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, 3 സീരീസിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി അപ്പിയർ ചെയ്യുന്ന ഡാറ്റയെ അല്ലെങ്കിൽ ഐറ്റത്തിനെയാണ് നമ്മൾ എന്താ പറയുക, മോഡ് എന്ന് പറയാം. ഓക്കെ, മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റമാണ്. അപ്പോൾ മോഡ് എങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കറക്റ്റായിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏതാണ് വാല്യൂ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വാല്യൂ വരുന്നില്ലെങ്കിൽ അവിടെ മോഡ് ഇല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ 10 പ്രാവശ്യം എന്ത് ചെയ്യണം, 5 റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് ഹയസ്റ്റ് 5 റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതാണ് മോഡ്. ഇനി എല്ലാ വാല്യൂ ഒരു പ്രാവശ്യം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ മോഡ് ഇല്ല എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റ് സീരീസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോഡ് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണും. നമുക്ക് എക്സും ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവില്ലേ, ഐറ്റവും ഫ്രീക്വൻസി. അതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതിനാണ് ഉള്ളത് നോക്കും. ആ ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് നേരെ വരുന്ന എക്സ് വാല്യൂ ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കണ്ടിന്യൂസ് സീരീസിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഇക്വേഷൻ ആണ് ചെയ്യുക. ഇക്വേഷൻ പറയുന്നത് ഇതാണ്, L ഇൻറ്റു Δ1 ഡിവൈഡഡ് ബൈ Δ1 പ്ലസ് Δ2 ഇൻറ്റു I. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ്, Δ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 മൈനസ് F0. ഓക്കെ, Δ2 എന്ന് പറഞ്ഞാൽ F1 മൈനസ് F2. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മിഡിൽ ക്ലാസ് എന്ന മോഡൽ ക്ലാസ് എന്ന നമ്മൾ എന്ത് ചെയ്യും, ഒരു മോഡൽ ക്ലാസ് കണ്ടുപിടിക്കും. എന്നിട്ട് അതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്, F1 എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ വരുന്ന ഫ്രീക്വൻസി ആയിരിക്കും ഏതെന്ന് പറഞ്ഞാൽ F0, അതിൻ്റെ താഴത്ത് വരുന്നതായിരിക്കും F2. ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ, വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇതുള്ളൂ നമുക്ക് ഇതൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ഓക്കെ, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ബ്ലോക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് 10 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാവുന്ന 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ പഠിക്കേണ്ട, അതായത് മീഡിയൻ, മീൻ, മോഡ്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചണം. ഇക്വേഷൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തേക്കുക. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, നമ്മളെ കൺഫ്യൂഷൻ ആക്കില്ല. നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എക്സാമിന് നല്ല മാർക്കോട് കൂടി സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സായി നിങ്ങൾ നിന്നാൽ തന്നെ നിങ്ങൾക്ക് 90% മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എച്ചുതാലും നിങ്ങൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നല്ല കോംപ്രഹെൻസീവ് ആയിട്ട് AI ടൂൾസ് എനേബിൾ ചെയ്തിട്ടുള്ള അടിപൊളി ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന പേപ്പേഴ്സിനെ സ്പെഷ്യൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് വർക്കൗട്ട്
ചെയ്തുകൊണ്ട് അത് നമ്മുടെ ഡിസ്കഷൻ സെഷൻസിലാണെന്നുണ്ടെങ്കിലും റെക്കോർഡിംഗ് ക്ലാസ്സുകളിലൂടെ ആണെന്നുണ്ടെങ്കിലും ഐയുടെ ടൂൾസ് ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫുൾ ടൈം മെൻറ്റർഷിപ്പും കാര്യങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എനേബിൾ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമ്മളുടെ കോഴ്സിലോട്ടും കാര്യങ്ങളിലോട്ടും എൻറോൾ ചെയ്യുക. ഇനി സെക്കൻഡ് സെമസ്റ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ സെക്കൻഡ് സെമസ്റ്ററുകളുടെ ഒക്കെ എല്ലാ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക.